10. എന്താ? വാ 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 വാ. സേതുമാധവൻ, ഞങ്ങൾ ഒരുമിച്ചൊരു സ്റ്റേഷനില്ല. ഇവിടെ ഡ്യൂട്ടിക്ക് വന്നതാ. നമസ്കാരം. കയറി വരൂ. അകത്തൊരു മുറിയുണ്ട്, അതിനപ്പുറത്താണ് എന്റെ മുറി. അടുക്കള ആ ഭാഗത്താണ്. കിടപ്പ് മുറിയിൽ 3 ജനലും 2 കതവുമുണ്ട്. അകത്ത് പോയി ചെക്ക് ചെയ്യാം. കാലത്ത് പത്രക്കാരൻ വരും, വല്ലപ്പോഴും കൂടി മീൻകാരി. ഇതാണ് ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ. ഇന്ന് മീൻകാരി വന്നിരുന്നോ? ആ, ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? ഞാനൊരു പാവം പോലീസുകാരൻ, വയറ്റിപ്പിടപ്പിന് വേണ്ടി വേഷം കിട്ടിയതാ. പിന്നെ ഇവിടെ വരുന്നവരുടെയും പോകുന്നവരുടെയും കണക്ക് ഞാൻ അറിഞ്ഞിട്ട് എന്ത് കാര്യം? പുതിയ കോൺസ്റ്റബിളാ, ശ്രീധരൻ നായർക്ക് പകരം വന്നാ. ഒരു 3 ചായ എടുക്ക, ഒരെണ്ണം നല്ല കടുപ്പത്തിൽ വെള്ളം കുറച്ച്. വേണ്ടമ്മേ, ഇപ്പൊ ചായ ഒന്നും വേണ്ട. ഇവിടെ അടുത്തെവിടെയാ ഹോട്ടലുള്ളത്? നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ഊണ് കിട്ടാൻ പ്രയാസമാണ്. ഹോട്ടലിലൊന്നും പോണമെന്നില്ല, ഉള്ളത് എന്താന്ന് വെച്ചാ ഇവിടുന്ന് കഴിക്കാം. അയ്യോ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഹേയ്, ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ വിശ്വനാഥാ? സന്തോഷമേ ഉള്ളൂ. പാരേ, നീ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്തിനാ? ഞാൻ ഇവിടെ 4 നേരം സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് കിടക്കുക. നീ അത് ഇല്ലാതാക്കരുത്. നീ കേറി വാ, നമുക്ക് കൊയ്യാം. വിജയന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മോഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ തീരുമാനമായിരിക്കണു. ചിങ്ങം 10 മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ മാസത്തിൽ മുഹൂർത്തം ഇല്ല. എന്നാ പിന്നെ ചിങ്ങം 10 തന്നെ ആയിക്കോട്ടെ. എന്താ വിശ്വാസ? ആയിക്കോട്ടെ. അപ്പൊ ചിങ്ങം 10 തന്നെ. അങ്ങനെയാട്ടെ. പോസ്റ്റ്. ഞാൻ എഴുതിയ ബാങ്ക് ടെസ്റ്റ് ജയിച്ചു. ഇന്റർവ്യൂവിനുള്ള ലെറ്ററാ. എന്റെ തൃപ്പങ്ങോട്ടപ്പാ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. കാലം തെളിഞ്ഞു വെച്ചാ ഇങ്ങനെ ചില നിമിത്തങ്ങളൊക്കെ കണ്ടുകൊടുക്കും. ഒരു നല്ല കാര്യങ്ങൾ തീരുമാനിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും വന്നു കണ്ടോ ഒരു സന്തോഷ വാർത്ത. ഇനി വല്ല പ്രോഗ്രാമും ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, എപ്പോഴാ ഉറങ്ങുക? ഇങ്ങനെ എപ്പോഴാ ഉറങ്ങുക എന്നൊന്നും ചോദിക്കണ്ട. സമയമാകുമ്പോ ഞാൻ അങ്ങ് ഉറങ്ങിക്കൊള്ളാം. എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ. അതിന് ലൈറ്റ് വിട്ടോണ്ടിരുന്നാ ഞാൻ എങ്ങനെ ഉറങ്ങും? കണ്ണ് രണ്ടും ഇങ്ങനെ അടച്ച് പിടിച്ചങ്ങ് ഉറങ്ങിയാ മതി. എവിടുന്ന് കിട്ടിയെടുത്തോ? ചില നേരത്തെ ഈ ജോലി ഒരു കുരിശ. മനുഷ്യന് മനസ്സമാധാനോട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന്. ചാക്കോയ്ക്ക് ഇപ്പൊ എന്ത് വേണം? എനിക്ക് ഉറങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ഉറങ്ങിക്കോ. വിശ്വാന്റെ കാര്യം ഞാൻ ഏറ്റു. വന്നേ ഇരിക്കേ. ചാക്കോയോട് വന്ന ദിവസം പോലും കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? മനസ്സിലായില്ല. 1-2 ദിവസം ഞാൻ വിശ്വാന് പ്രൊട്ടക്ഷൻ നിൽക്കുമ്പോ തനിക്ക് ഫ്രീ ആയിട്ട് കറങ്ങി നടക്കാം. എന്റെ സൈഡ് ആക്ടിവിറ്റീസ് നടക്കും. പിന്നെ 2 ദിവസം തന്റെ ഡ്യൂട്ടി, അപ്പൊ ഞാൻ ഫ്രീ ആകും. ഇതൊക്കെ നിയമമിട്ടുള്ള കളിയാ. ചാക്കോയ്ക്ക് ഡ്യൂട്ടി വെറുതെ ഡ്യൂട്ടി എടോ, നിയമമൊക്കെ അല്പ സ്വല്പം നമ്മുടെ സൗകര്യത്തിൽ മാറ്റി നമ്മൾക്കൊക്കെ ചെയ്യാം. അതുകൊണ്ടൊന്നും വരാനില്ലെന്ന്. അല്ല, ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞാലേ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയില്ല. നാളത്തെ കാര്യത്തിന് എടുക്കാം. ഇന്റർവ്യൂവിന് പോകുമ്പോ ആരെങ്കിലും ഒരാൾ കൂടെ പോയാൽ മതി. അത് ഞാൻ പോയിക്കോളാം. താൻ മുങ്ങിക്കോ. അയ്യോ, അത് വേണ്ട. ടി കിട്ടുന്ന കാര്യമല്ലേ, ഞാനും വരാം. ടി ഒക്കെ താനും എഴുതിയെടുത്തോ, അതിന് കൂടെ വേണമെന്നില്ല. എന്നാലും ഡ്യൂട്ടി എന്ന് പറയുമ്പോ അപ്പൊ കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ലെന്ന്. പോലീസുകാരൻ തന്നെ ഭാര്യയാവരുത്. ഇല്ല ചാക്കോ, പോയി കിടന്നു. ശരി. ഒന്ന് മതിയാക്കണ്ട അമ്മു. അവരൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുമ്പോ ശകനം മുടക്കണ്ട. അടിച്ചു വരലൊക്കെ പിന്നെ ആവാ. വിഷു എവിടെ? അപ്പുറത്ത് കുളിക്കാമേ. അവൻ വന്നാ ഇത് കുടിക്കാൻ പറയണം. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. ഡ്യൂട്ടി തെറ്റിക്കാന്ന് പറഞ്ഞാൽ അത് ഈ ചാക്കോക്ക് ശരിയാകത്തില്ല. താൻ വേഗം റെഡിയാവും. വിശ്വാനെ കൊണ്ട് ഇന്റർവ്യൂവിന് പോകാനുള്ളതാ. എല്ലാം നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചല്ലേ? സംസാരിച്ചു. അതെ, പോകുന്ന ടൗണിലേക്കാ. ഏതെങ്കിലും ഒരു ഓഫീസർ വിശ്വാന്റെ കൂടെ താൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് കണ്ടാൽ തെറിക്കുന്ന എന്റെ തൊപ്പിയാ. അത് കുടിക്കരുത്. വിശ്വാനം വെച്ചിരിക്കുന്ന അത് കുടിച്ചോളൂ. അതെനിക്ക് വെച്ചതാ. ഇത് കുടിച്ചാ ചത്തു. അത് കുടിക്കരുത്. താനും വിശ്വാനും ടൗണിൽ നിന്ന് കുടിച്ചാ മതി.
യു ഹാവ് ഗോട്ട് വെരി ഗുഡ് അക്കാഡമിക് റെക്കോർഡ്സ്. ദാറ്റ്സ് ഗുഡ്. താങ്ക് യു സർ. കുട്ടിയുടെ പേരെന്താ? ഹസീന. ആഹാ, നല്ല പേര്. ഈ കുട്ടിയുടെ ഒന്ന് ഉടങ്ങിയിരിക്കോട്ടെ. അകത്ത് 3 പേരും വിശ്വനാഥൻ ഒറ്റയ്ക്കുമായിരിക്കുന്ന. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കഞ്ഞി പാറ്റ വീഴും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. മിസ്റ്റർ വിശ്വനാഥന് റൂറൽ ഏരിയയിൽ പോസ്റ്റിംഗ് കിട്ടിയാൽ അക്സെപ്റ്റ് ചെയ്യാൻ മടിയില്ലല്ലോ? ഒരിക്കലുമില്ല സർ. എവിടെ ജോലി ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. പുറത്തെന്താ പോലീസ് വന്ന് നിൽക്കുന്നത്? ഇയാളുടെ വന്നാണ് സർ. കുഴപ്പമൊന്നും ഇല്ല സർ. എന്റെ കൂടെ പ്രൊട്ടക്ഷന് വേണ്ടി വന്നതാണ്. പ്രൊട്ടക്ഷനോ? അതെ സർ. ഒരു കേസിൽ ഞാൻ ഐ വിറ്റ്നസ് ആയതിന്റെ പേരിൽ ചെറിയൊരു കശപിശ ഉണ്ടായി. കേസ് തീരുന്നത് വരെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതൊരു പ്രൈവറ്റ് ഫേമാണ്. നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ കൂടെ പോലീസുകാർ ഗാർഡ് നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവും. സോറി മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ട്രൈ ചെയ്യാം. സർ, അമ്മേ, ദേ ഏട്ടൻ വന്നു. മോനെ, ജോലി കിട്ടിയോ? ജോലി കിട്ടാൻ വിധിയില്ല. എന്റെ ശവം എടുക്കുന്നത് കാണാതെ താൻ പോവില്ലല്ലേ? നിയമം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ആവശ്യമില്ലാത്ത എത്തു നോക്കുന്നതാണോ തന്റെ നിയമം? താൻ കാരണം കിട്ടാതെ പോയ ഈ ജോലി തിരിച്ചു വാങ്ങിത്തരാൻ താൻ ഈ പറയുന്ന നിയമത്തിൽ എന്തെങ്കിലും പഴുതുണ്ടോ? ഉണ്ടോ? പോട്ടെ വിശ്വാസം, എല്ലാം ശരിയാണ്. വാ. വയറ് കത്തുന്നു. നാളെ കോടനാട്ടിൽ 2 ലോഡ് വരുന്നുണ്ട്. അപ്പോഴേക്കുള്ള പണിയൊക്കെ തീർത്ത് വെക്കണം. ഒന്ന് ഉത്സാഹിച്ച് പിടിക്കേണ്ട കുട്ടിയിട്ടാ. അപ്പൂട്ടന്നേരെ ഇതങ്ങോട്ട് വാങ്ങാൻ എന്താ മോനാണ്? കാര്യമൊക്കെ പറയാം. 3 മാസം ശമ്പളമുണ്ട്. ഇതങ്ങോട്ട് വെക്കാം. എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൂട്ടന്നാർ ഇനി ഇവിടെ ജോലിക്ക് വരണ്ട. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാം, ഒന്നും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. അച്ചായം വിളിച്ചു പറയുമ്പോ മോളുടെ കല്യാണത്തിന് മുതലാളി സഹായിക്കുന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. അപ്പൂട്ടന്നാരുടെ വിഷമം എനിക്കറിയാം. അതുകൊണ്ടാ കുറച്ച് കാശെങ്കിലും ഞാൻ തന്നത്. വിഷമമുണ്ട്. പക്ഷേ അച്ചായം പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അയാൾ എന്റെ ഈ ബിസിനസ് കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അപ്പൂട്ടന്നാർ എന്റെ ഈ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എല്ലാരെയും കണ്ണീര് കുടിപ്പിക്കാനാണല്ലോ മോനെ നിന്റെ തലയിലെടുത്ത്. മോള് വിഷമിക്കരുത്. എങ്ങനെയെങ്കിലും നിന്റെ വിവാഹം ഈ ഏട്ടൻ നടത്തി തരും. ആര് നടത്തുന്നോടാ നീ പറയണത്? കല്യാണം നടത്താൻ പോണ ഒരാള് നഞ്ച് വാങ്ങിച്ചു തരാൻ കാശില്ലാത്ത നീയാണോടാ കല്യാണം നടത്താൻ പോണത്? എടാ, നിന്റെ കാവലിൽ വരുന്ന ഇരപ്പാളികളെ 4 നേരം മൂക്കറ്റം തിന്നുന്നുണ്ടല്ലോ. അത് ഞാൻ അധ്വാനിച്ചുകൊണ്ടിരുന്ന കാശാ. ഒരുത്തിനോടായല്ലോ നാശമല്ലാതെ ഒരു നയാ പൈസയുടെ ഉപകാരം നീ കുടുംബത്തിന് വേണ്ടി ചെയ്തു. പോടാ, ചെന്ന് നാട്ടുകാരോട് പറ, പൊട്ടപ്പിറന്നവളുടെ കല്യാണത്തിനുള്ള കാശുണ്ടാക്കി തരാം. നാട് നന്നാക്കാൻ നടക്കും. അടുപ്പിലെ തീ ഇപ്പൊ എന്റെ നെഞ്ചിലാടാ. ഈ വീടും പറമ്പും പണയം വെച്ച് ഒരു 10-12 പവനുള്ള കാശി ഉണ്ടാക്കിയിട്ടുണ്ട്. കല്യാണ ചെലവിന് വേറെ വഴി കണ്ടെത്തണം. താനങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഇതൊക്കെ അങ്ങനെ നടന്നു പോക്കോളും. വല്ല ചെറിയ സഹായം എന്തെങ്കിലും വല്ല 10-15 വേണമെങ്കിൽ ഞാനും തരാം. എനിക്കുണ്ടല്ലോ പ്രായമായൊരു പെണ്ണ്, അവളുടെ കാര്യം കൂടെ നോക്കണല്ലോ.
അതിപ്പോ അമ്മുവിന്റെ കല്യാണം കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നടത്താമല്ലോ. ഓ സൗദാമിനിക്കൊരു ചെറുക്കനെ ആലോചിക്കാൻ ഞാൻ മൂന്നാമനോട് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ എന്താ ഈ പറയുന്നത്? വിശ്വനാഥനും മിനിക്കുട്ടിയായിട്ടുള്ള വിവാഹം നമ്മൾ പണ്ടേ തീരുമാനിച്ചതല്ലേ? തീരുമാനിച്ചല്ലേ ഉള്ളൂ, നടത്തിയില്ലല്ലോ. മാധവട്ടം പറഞ്ഞു വരുന്നത് അത് തന്നെ. എന്ത് വിശ്വസിച്ചിട്ടാണോ ഞാൻ അവളെ അവന്റെ കൂടെ പറഞ്ഞേക്കണത്? അങ്ങനെ ഒരു ആലോചന നടന്നിട്ടേ എന്ന് കരുതിയാ മതി. കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും കുറച്ചൊക്കെ മാറണല്ലോ, അത്രേ ഉള്ളൂ. പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പേ കണ്ണെഴുതാതെ പൊട്ടു തൊടാതെ ഞാൻ ചെന്ന് നിൽക്കാം. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവുമ്പോ ഞാൻ എന്തെങ്കിലും അവ്യയം കാണിച്ചാ വിച്ചൂട്ടിനൊന്നും തോന്നരുത്. മിനിക്കുട്ടി, നീ ഒരുക്കമാണെങ്കിൽ ഈ നിമിഷം നിന്നെ ഇവിടെ ഇറക്കിക്കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. വിച്ചൂട്ടൻ വിളിച്ചാ വരാൻ ഞാനും തയ്യാറാണ്. പക്ഷേ എന്തു പക്ഷേ? സ്വന്തം ജീവന് ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഒരുത്തന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞയക്കാൻ ഞാൻ ഒരുക്കമല്ല. അച്ഛാ, ഓടിയാത്ത അച്ഛ കയറിപ്പോവാൻ. അമ്മാവ, ഇതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നല്ലേ? എടാ, കല്യാണം കഴിഞ്ഞ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ണീര് കുടിക്കേണ്ടി വരുന്നത് എന്റെ മോളാ. അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്നോടൊപ്പം വന്നാൽ അവളുടെ ജീവന് തന്നെ എന്താണ് ഒരു ഉറപ്പ്? ഇപ്പൊ തന്നെ നിന്നെ തനിച്ചൊന്ന് കാണാൻ, ഉള്ളു തുറന്ന് സംസാരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം കിടപ്പ് മുറിയുടെ പുറത്ത് 2 പോലീസുകാർ കാവൽ നിൽക്കുക എന്ന് വെച്ചാൽ ഏത് പെണ്ണിനാടാ സഹിക്കുക? അമ്മാവ, ഇതല്ല എന്റെ കുഴപ്പം കൊണ്ടാണോ? നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്കും ദുഃഖമുണ്ട്. പക്ഷെ ഒരച്ഛന്റെ വികാരം നീ മനസ്സിലാക്കണം. ദൈവത്തെ ഓർത്ത് ഇനി ഈ കാര്യം പറഞ്ഞ് വിശ്വം ആ പടി ഇങ്ങോട്ട് കയറി. തൃപ്തിയായില്ലേ? എന്റെ ജീവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പ്രൊട്ടക്ഷനും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി. തോന്നുമ്പോ സ്വീകരിക്കാനും മടുക്കുമ്പോ വേണ്ടാന്ന് വെക്കാനുള്ള അല്ല പ്രൊട്ടക്ഷൻ. പെട്ടെന്ന് ഇങ്ങനെ വേണ്ടാന്ന് വെച്ചാ ഇനിയില്ല നിയമം വകുപ്പ് നോക്കിയില്ലേ? നിയമം മാങ്ങാ തൊലി. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, എന്റെ ജീവിതം തകർക്കരുത്. വെറുതെ ഇമോഷണൽ ആവാതെ വിശ്വാ. അച്ചായന്റെ കേസിലോ തീരുമാനമാകുന്നവരെ ഇത് സഹിച്ചേ പറ്റൂ. ഇതിലും ഭേദം അച്ചായന്റെ കൈ കൊണ്ട് ചാവുന്നതാ. രണ്ടുപേരും കൂടെ എനിക്ക് കുറച്ച് വിഷം മേടിച്ചു തരാമോ? 24-ാം തീയതിയാണ് വിചാരണ തുടങ്ങുന്നത്. കെട്ടാനുള്ളിടത്തൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. പക്ഷെ വിശ്വനാഥന്റെ സാക്ഷിമൊഴിയുടെ കാര്യം ഓർക്കുമ്പോ അവൻ പറയുന്നത് പറയട്ടോ, അത് തെറ്റാണെന്ന് താൻ തെളിയിച്ചാ പോരെ. സംഭവത്തിന്റെ ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് അയാൾ കോടതിയിൽ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വാദിച്ചിട്ടും കാര്യമില്ല. കാര്യമില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് വക്കീലാന്ന് പറഞ്ഞു നടക്കുന്നത്? അവൻ സാക്ഷി പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. താൻ ധൈര്യമായിട്ട് ചെല്ല. ചെല്ലടോ വക്കീലെ. ജെഫ്രി അച്ഛാ, ജെഫ്രിയേ. എന്തോ? എന്നാ പറ്റ? എടാ, സേതുമാധവൻ അവിടെ ചെന്നിട്ട് എന്നെ അടുക്കുക. ഡ്യൂട്ടിക്ക് വേറൊരു പോലീസുകാരും കൂടി ഉള്ളതുകൊണ്ടാ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. എന്നാ അവനെ കൂടെ ഒന്ന് തട്ടാൻ പറ. എന്തായാലും അച്ചായനെതിരെ സാക്ഷി പറയാൻ വിശ്വനാഥൻ ഉണ്ടാവരുത്. ശരിയാ പറ്റ. എന്തോന്ന് ശരി? ഒരു കാര്യം ചെയ്, ആ സേതുമാധവനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. ശരി. എടാ, ശരി ശരി എന്നും പറഞ്ഞ് വീശിക്കൊണ്ടിരുന്നാലേ തൂങ്ങുന്നത് നിന്റെ അപ്പനായിരിക്കും. അത് ഓർമ്മ വേണം. വേണമെങ്കിൽ ധൈര്യത്തിന് ഒരെണ്ണം വീശിക്കും. ഒരാൾക്ക് എന്തോ പറയാനുണ്ടെന്ന്. ആ, ഇതാര്? വിജയനോ? ഇരി ഇരി. എന്താ? കല്യാണ സാരി ആഭരണമൊക്കെ വാങ്ങാൻ നാളെ ഞങ്ങൾ ടൗണിൽ പോകുന്നുണ്ട്. ആയിക്കോട്ടെ. അതിനു മുമ്പ് അല്ല, അതിനു മുമ്പേ പെണ്ണിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. അതിനെന്താ, അവളോട് തന്നെ നേരിട്ട് ചോദിക്കാലോ. അമ്മക്കുട്ടി, അമ്മക്കുട്ടി. എന്താ ഏട്ടാ? പിന്നെ വിജയൻ നാളെ കല്യാണ സാരിയൊക്കെ എടുക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവുക. നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു. എന്ത് നിർദ്ദേശവും സ്വീകരിക്കുന്നതാണ്. കളറ്, ഫാഷൻ, മാച്ചിങ്. എനിക്ക് എങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ളത് എടുത്താ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. പിന്നീട് അതെടുത്തു ഇതെടുത്തു എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടാവരുത്. അതെ, പിന്നെ പരാതി പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഇപ്പൊ പരാതി പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. പോ. വരട്ടെ. അമ്മക്കുട്ടി, മോളുടെ കല്യാണം ഇങ്ങനെ നടത്തണമെന്നായിരുന്നില്ല ഏട്ടൻ ആഗ്രഹിച്ചിരുന്നത്. വലിയൊരു പന്തൽ, അതിന്റെ നടുക്ക് അലങ്കരിച്ച കതിർ മണ്ഡപം, അതിൽ പൊന്നുകൊണ്ട് മൂടിയ എന്റെ അമ്മുക്കുട്ടി.
പക്ഷെ ഇപ്പോ മോൾക്ക് തരാൻ ഏട്ടന്റെ കയ്യിൽ ഒന്നുമില്ല. മോൾക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഏട്ടന് കഴിയൂ. അമ്മു കരയരുത്. എന്റെ അമ്മു ഭാഗ്യവതിയാ. വിജയൻ നല്ലവനാ. അവൻ നിനക്കൊരു കുറവും വരുത്തില്ല മോളെ. പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്ത് കേറിയ വേണ്ടിയത് അല്ലേ? പിന്നെ ഇനി ഇവിടുന്ന് ബസ്സിൽ പോയാ മതി. പറഞ്ഞ എല്ലാം ഓർമ്മ വേണം. 24-ാം തീയതി സാക്ഷി പറയാൻ വിശ്വനാഥൻ ഉണ്ടാവരുത്. അക്കാര്യം ഞാൻ ഏറ്റു. ഇങ്ങനെ ഏറ്റേറ്റെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കേട്ടോ. അവിടെ പെണ്ണ് കെട്ടുപോലെ കെട്ടാതെ എന്നെ കൊണ്ട് സാധിക്കില്ല ഈ വയസ്സുകാലത്ത്. അതൊന്ന് അടുപ്പിച്ചിട്ട് മഴ പെയ്ത ചോരാത്ത മാതിരി. അപ്പോൾ നേരെ വേണം. ഹാരത്തിന്റെ കാര്യമൊക്കെ ഏർപ്പാടാക്കി ഓർഡർ എടുത്തിട്ടുണ്ട്. അതോ അന്നത്തെ മൈക്ക് സെറ്റ് പോലെ ആയി പോവോ? ഇല്ല. നാരായണി, രാത്രിയിൽ ഊണിന്റെ കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചെല്ലൂ. എന്തൊരു കഷ്ടമാണ്. ഇത് കൊണ്ടുപോയി അലമാരയിൽ വെച്ചേക്ക്. മാഷേ, എന്താ വിജയ? വിജയ, അയ്യോ വിജയ, വിജയ. മാഷേ, സേതു അച്ചായന്റെ ആളാ. അവരെന്നെ വിജയ, വിജയ. വിജയ, അമ്മേ, വിജയൻ, വിജയ. എന്താണാ നോക്കി നിൽക്കുന്നേ? നോക്കി നിൽക്കാ, കയറ്റി ഇറക്കണ.